ഹൃദയത്തിൽ ടച്ച് ചെയ്തു പോകുന്നൊരു പടമാണ്. നല്ല കോമഡിയുണ്ട്, സ്റ്റാൻഡേർഡ് കോമഡിയാണ്. രസതന്ത്ര കെമിസ്ട്രി ഇവിടെ വർക്കായിട്ടുണ്ട്. അതെ, സത്യനന്ദിക്കാട് ഇപ്പം ഞാനായിരുന്നെ അഹങ്കരിച്ചേനെ. കാരണം ഇത്രയും കഴിവ് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കും. ഓണത്തിന് മനസ്സറിഞ്ഞ് നമുക്കൊരു നല്ലൊരു ഫാമിലി പടം. കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഹലോ നമസ്കാരം, പോപ്പിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് കോംബോ ആയ മോഹൻലാൽ സത്യനന്ദിക്കാടിൻ്റെ ടീമിൻ്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഏറെ നാൾക്ക് ശേഷമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് വന്നിരിക്കുന്നത്. ഹൃദയപൂർവ്വം സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ ഈ റിവ്യൂ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ലാലേട്ടൻ ഓണം തൂക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ. സൂപ്പർ ലാലേട്ടൻ അടിപൊളി. ലാലേട്ടൻ പ്രത്യേകിച്ച് പറയണല്ലോ, കഴിവുകൾ നേരത്തെ തെളിയിച്ചു. സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ പഴയ സത്യനന്ദിക്കാട് ഇപ്പം ഞാനായിരുന്നെ അഹങ്കരിച്ചേനെ. കാരണം ഇത്രയും കഴിവ് ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കും. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം ഓണം തൂക്കി. പഴയ ഏകദേശം ഒരു 2000 ശേഷം പുള്ളി എടുത്തിട്ടുള്ള സിനിമകളിൽ ഒരു എന്ന് എപ്പോഴും കഴിഞ്ഞിട്ട് ഒരു ബെറ്റർ പടമാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പടം. പക്ഷേ അങ്ങനെ പടം കോമഡി ട്രാക്കിലാണ്. പടം കോമഡി ട്രാക്കാണ്. കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഒരു നല്ല അനുഭവമാണ്. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യും. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഇതൊരു എബോ ആവറേജ് ഡീസൻറ്റ്. നല്ല സിനിമ, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. കോമഡി ഉണ്ട്, ഫാമിലി നല്ല ഇമോഷണലാണ്. നൈസാണ്, നൈസ് പടമാണ്. അടിപൊളി സെറ്റ്. എങ്ങനെയുണ്ട് കോമഡി? സംഗീതത്തിൻ്റെ കോംബോ ഒക്കെ ഫീൽ ഉണ്ട്. സൂപ്പർ പടമാണ്, സൂപ്പർ സൂപ്പർ പടം. നല്ല രീതിയിൽ ഒരു കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നല്ലൊരു ഫീൽ ഗുഡ് പടം. നല്ല പടം. കോമഡി ട്രാക്കിലാണ്. അത്യാവശ്യം നല്ല കോമഡിയുണ്ട്, സ്റ്റാൻഡേർഡ് കോമഡിയാണ്. പിന്നെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു പോകുന്നൊരു പടമാണ്. ഓണക്കാലത്ത് അവർക്ക് വന്നിരുന്ന് ഹൃദയപൂർവ്വം കാണാൻ പറ്റുന്ന, ഹൃദയത്തെ ടച്ച് ചെയ്തിട്ടുള്ളതാണ്. ഫാമിലിയോടെ വന്നതാണ്. അടിപൊളിയാണ്, നല്ലൊരു ഫ്രഷ്. അത് അങ്ങനല്ല, പഴയ ഒരു ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫ്രഷ് ഫീൽ. അതെ, പുതിയ രീതിയിൽ രസതന്ത്ര കെമിസ്ട്രി ഇവിടെ വർക്കായിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ രസതന്ത്ര കെമിസ്ട്രി എന്തായാലും ക്ലൈമാക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓണത്തിന് മനസ്സറിഞ്ഞ് നമുക്കൊരു നല്ലൊരു ഫാമിലി പടം. സാധാരണ സത്യനന്ദിക്കാടിന് നമുക്കൊരു ടിപ്പിക്കൽ കുറേ ക്യാരക്ടേഴ്സുകളുണ്ട്. ഒരുപാട് നമ്മുടെ ലെജൻഡായുള്ള താരങ്ങൾ ഈ വട്ടം ഇല്ലല്ലോ, ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. അതിൻ്റെ പോരായ്മ എന്തെങ്കിലും ഈ പടത്തിൽ അതിൻ്റെ പോരായ്മയായിട്ടില്ല, പക്ഷേങ്കിൽ അവരുടെയൊക്കെ ചില പ്ലേസ് ചെയ്യാവുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തീർച്ചയായിട്ടും സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ അവരെല്ലാം തീർച്ചയായും താരങ്ങളൊക്കെ അതൊക്കെ നികത്തി പോകുന്നുണ്ടോ? അവരെ പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കൊള്ളാം, ബെറ്റർ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. തുടരൊന്നും പ്രതീക്ഷ ചെയ്യാറുണ്ട്. സാധാരണ ഒരു സത്യനന്ദിക്കാട്, മോഹൻലാൽ, ഇന്നത്തെ ചിന്താ വിഷയം, രസതന്ത്രം അങ്ങനെയുള്ള ചിത്രങ്ങളായിട്ട് ഇത് അതേപോലെ അതിൻ്റെ ശ്രേണിയിൽ ചേർത്ത് വെക്കാവുന്ന ഒരു ചിത്രം. ഫാമിലി ഓഡിയൻസ് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. സംഗീതം മോഹൻലാലും ആ ഒരു കോമ്പോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രേമലിയും കാട്ടി ബെറ്റർ ആയിരുന്നു. സപ്പോർട്ടിങ് ആക്ടറായിട്ട് സംഗീത് ബ്രോ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനും പൊളിച്ചിട്ടുണ്ട്. ഓരോ അടിപൊളി പടമാണ്. എന്തായാലും ഓണത്തിന് കാണേണ്ട പടമാണ്. കുഴപ്പമില്ല, ആവറേജ് ആയിട്ടാണ്. എല്ലാം നമുക്ക് ലാഗ് അധികം തോന്നിക്കൊന്നുമില്ല. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഓണത്തിന് വന്ന് കാണാൻ പറ്റും. നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ല. പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ച് ബെസ്റ്റായിട്ട് തന്നെ സാർ ചെയ്തിട്ടുണ്ട്. ടീമുകളെല്ലാം നല്ല രീതിയിൽ ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും സാറിന് ട്രാക്ക് മാറി ചെയ്തൊരു കഥയാണ്, എങ്കിലും അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കണ്ടുവരാത്തൊരു ചിത്രമാണ്. എന്തായാലും ഒരിക്കലും പോരായ്മ പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് തന്നെ കാണേണ്ട ഒരു പടമാണ് ഓണത്തിന്. എല്ലാവരും വന്ന് കാണുക.